Hi, hello and welcome back to our channel c&svlog. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അധികം കാര്യങ്ങളൊന്നും വേണ്ട, അതുപോലെ അധികം സമയവും എടുക്കില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചധികം ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്കായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കീറിയിട്ടാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ കാര്യം സിമ്പിളാണെങ്കിലും അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മുടെ ടിഷ്യൂ പേപ്പർ ആ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നോട്ടെ. പിന്നെ ഇത്രയും തികയില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് കീറി ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അത് തികഞ്ഞില്ലായിരുന്നു. ഞാൻ വീണ്ടും കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ടെക്സ്റ്റേർഡ് ആർട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ യൂട്യൂബിലേക്ക് നോക്കുമ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് പീസാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ വേറൊരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഏകദേശം സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്കായിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചുകൂടി നേരം നമ്മൾ ആ വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചായിരുന്നു. ഞാൻ ഒന്നുകൂടി മുക്കി വെച്ചു. എന്നിട്ട് അതിങ്ങനെ ഒന്ന് തിരുമ്മിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് വരുമല്ലോ. അങ്ങനെ ആക്കിയിട്ട് കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇഷ്ടമുള്ള കളറിൽ പെയിൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റാണ് ചേർത്തെടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഫെവിക്കോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് അതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ വരച്ച് കൊടുത്തില്ലേ, അവിടെയായിട്ട് കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിന് പുറമെയുള്ള ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് വേറൊരു കളർ വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ആദ്യം ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കി. പിന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എനിക്കെന്തോ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അത്ര കറക്റ്റായിട്ട് വരണുണ്ടായില്ല, ഒരു തൃപ്തി കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ കുഞ്ഞ് ഹാർട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചുകൂടി ടിഷ്യൂ പേപ്പർ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് കുറച്ച് ഫെവിക്കോളും പിന്നെ ഇഷ്ടമുള്ള കളറിൽ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മജന്ത കളറാണ് എടുത്തേക്കുന്നത്. കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം എടുത്ത ബോട്ടിലിൽ പെയിൻറ്റ് തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആദ്യം ആ ഒരു ടിഷ്യൂ പേപ്പറിൽ വൈറ്റ് കളർ കൊടുത്തില്ലായിരുന്നോ, അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ വൈറ്റ് കളർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നായിട്ട് കുറച്ച് ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഒരു ഹാർട്ട് ഷേപ്പിനുള്ളിലേക്കായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ക്യൂട്ടായിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതൊരിക്കും ടാറ്റ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.